അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സ്ത്രീയെ ആ സ്ത്രീ മരണപ്പെട്ടു. അതിനുശേഷം അവരെ ഖബറിലേക്ക് വെക്കുമ്പോൾ ഉണ്ടായ കുറച്ച് അത്ഭുതകരമായ കാര്യം. ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവരുടെ വീടിൻ്റെ അടുത്തുണ്ടായ ഒരു സംഭവമാണ്. ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു ബാർ ഉടമയുടെ ഭാര്യയാണ്. ഈ സ്ത്രീയുടെ ഭർത്താവിന് 2ഉം 3ഉം ബാറുകളാണ് സ്വന്തമായി അയാൾ നടത്തിക്കൊണ്ടിരുന്നത്. ആ ബാർ ഉടമയുടെ ഭാര്യയെ ഖബറിലേക്ക് കൊണ്ടുവച്ചപ്പോൾ അവിടെ അടുത്തുനിന്ന ആളുകൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരാൾക്കെങ്കിലും അവരുടെ ജീവിതത്തിൽ നല്ലത് ചിന്തിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ. ഖബർ രഹസ്യങ്ങൾ പറയാൻ പാടില്ല എന്ന അല്ലേ? അടുത്ത് നിന്ന് കണ്ടാൽ പോലും മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പലരും പല അത്ഭുതങ്ങൾ കാണും. മയ്യത്ത് കൊണ്ട് ഖബറിൽ വെക്കുമ്പോൾ പല അത്ഭുതങ്ങളും കാണും. പക്ഷെ ഇതൊന്നും പുറലോകത്ത് പറയരുത് എന്നാണ്. പക്ഷെ ഇതുകൊണ്ട് ഒരാൾക്കെങ്കിലും അവരുടെ ജീവിതത്തിൽ വലിയ നേട്ടമുണ്ടായാൽ അത് വലിയ ഹൈറല്ലേ എന്ന് വെച്ചാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കിത് പറയുന്നത്. റുക്കിയ എന്നു പേരുള്ള ഒരു സ്ത്രീ. ആ സ്ത്രീയെ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു ആൾ വിവാഹം കഴിക്കുന്നു. അയാളെ വിവാഹ സമയത്ത് നല്ല ഡീസൻ്റായിട്ട് ഗൾഫിലൊക്കെ ആയിരുന്നു. നല്ല ഡീസൻ്റായി ജോലി ചെയ്ത് ഇവിടെ വന്ന് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്ന പെണ്ണാണ് റുക്കിയ. ഇങ്ങനെ വിവാഹത്തിന് ശേഷം വീണ്ടും ഗൾഫിലേക്ക് പോയി. അവിടെ നിന്ന് കുറേ പൈസകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നതിന് ശേഷം അയാൾ 3-4 ബാറുകൾ വാങ്ങി. പക്ഷേ സ്വന്തം പേരിലല്ലായിരുന്നു ആ ബാറുകളെല്ലാം. മറ്റുള്ളവരുടെ പേരിലായിരുന്നു. പക്ഷേ ഇയാൾ നടത്തുന്നു എന്ന് മാത്രം. പക്ഷേ അതിൻ്റെ അവകാശം ബാക്കി വേറെയുള്ളവർക്കായിരുന്നു. അങ്ങനെ കുറച്ച് വർഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ബാറിൽ നിന്ന് നല്ല സമ്പത്ത്, നല്ല പണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ നാട്ടിൽ നല്ല വിലയും നിലയും ഉണ്ടായി. അന്നേരം ഇയാൾക്ക് തോന്നി, എനിക്കെന്താ ഇത് നാട്ടുകാരോട് പറഞ്ഞാൽ, ഞാനൊരു ബാർ ഉടമയാണ്, ഒന്നല്ല 3 ബാർ എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് വിചാരിച്ച് അയാൾ നാട്ടുകാരോട് എല്ലാവരോടും ആ കാര്യം പറഞ്ഞു. ഇതറിഞ്ഞപ്പോഴുള്ള സംഭവം അറിയാമല്ലോ. പള്ളിയുടെ മഹലിൽ നിന്ന് വലിയ എതിർപ്പുകൾ ഉണ്ടായി. ഒരു ബാർ ഉടമയെ ഈ മഹലിൽ നിൽക്കാൻ അനുവദിക്കില്ല എന്ന് നല്ല എതിർപ്പുകൾ ഉണ്ടായി. അങ്ങനെ ഒരു മുസ്ലിമിന് ചേർന്ന ഒരു പണിയല്ല ഈ ബാർ ഉടമ എന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും പുറത്ത് പറയാതെയാണ് പലരും ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഇരിക്കുകയാണ് മഹല്ലുകാർ ഇയാളോട് വന്ന് ഈ കാര്യം പറയുന്നത്. നിങ്ങൾക്ക് ഈ മഹലിലുമായിട്ട് ഒരു അവകാശവും ഇല്ല എന്ന് പറയുന്നു. അന്നേരം അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാം. എനിക്ക് നിങ്ങളുടെ മഹല്ലും ഒന്നും എനിക്ക് വേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും പക്ഷെ ഞാൻ തരാം എന്ന് പറയുന്നു. മഹല്ലുകാർ പറഞ്ഞു, നിന്റെ കള്ള് കച്ചവടം കൊണ്ട് ചെയ്യുന്നതൊന്നും ഞങ്ങൾക്ക് വേണ്ട. നീ മരണപ്പെട്ടാൽ പോലും നിന്നെ ഞങ്ങൾ ചുമ്മാതെ ഖബറടക്കാം. പക്ഷേ ഒരൊറ്റ പൈസ നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിക്കില്ല എന്ന്. അങ്ങനെ ആ മഹല്ലിൽ വലിയ പ്രശ്നങ്ങളായി. അവിടെ നിന്ന് താമസം മാറി നഗരത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കുട്ടികളുടെ പഠനം അങ്ങനെയായി അവർ വലിയ ഫ്ലാറ്റിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെയും ഇതേ പ്രശ്നം. ഇവിടെയും ഇതുപോലെ ബാർ ഉടമയെ ഞങ്ങളുടെ മഹലിൽ എടുക്കില്ല എന്ന് പ്രശ്നം വരുന്നു. അന്നേരം അയാളുടെ ഭാര്യയായ റുക്കിയായോട് പറയുകയാണ്, നമുക്ക് ഈ മഹലിൽ ഈ പള്ളി ഒന്നും വേണ്ട. ഈ മതമൊക്കെ നമ്മുടെ ഒരു വിശ്വാസമാണ്. നമ്മൾ ഇപ്പൊ മരണപ്പെട്ടാൽ പള്ളിയിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മളെ ഖബറിൽ അടക്കും. പിന്നെ എന്തിനാണ് ഈ പള്ളി എന്നും പറഞ്ഞ് ഈ മഹലി എന്നും പറഞ്ഞ് നിൽക്കുന്നത് എന്ന് അയാളുടെ ഭാര്യയോട് പറയുകയാണ്. ഈ പാവപ്പെട്ട ഈ സ്ത്രീ, റുക്കിയ എന്ന് പറയുന്ന ഈ സ്ത്രീ, അവർക്ക് വളരെ വിഷമമാകുന്നു ഇത് കേൾക്കുമ്പോൾ. ഈ റുക്കിയ ഇയാളെ വിവാഹം കഴിക്കുമ്പോൾ ഇയാൾ വെറും പ്രവാസിയായിരുന്നു. വെറും അന്നത്തെ അന്നത്തിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവാസിയായിരുന്നു അയാൾ. ഇപ്പം തന്റെ ഭർത്താവ് ഭാവിയിൽ ഒരു ബാർ ഉടമയാകും എന്നൊന്നും പ്രതീക്ഷിച്ചല്ല ആ സ്ത്രീ ഇയാളെ വിവാഹം ചെയ്തത്. ഈ റുക്കിയയ്ക്ക് ഒരു പതിവുണ്ടായിരുന്നു, സൂറത്തുൽ മുൽക്ക് എന്നും. ഇനി എന്ത് പ്രശ്നങ്ങൾ ഒരു ദിവസം ഉണ്ടായാൽ പോലും സൂറത്തുൽ മുൽക്ക് ഓതാതെ ഉറങ്ങാറില്ലായിരുന്നു. എല്ലാ ദിവസവും അത് ഓതിയതിനു ശേഷം മാത്രമേ ഉറങ്ങൂ. അവരുടെ മനസ്സിലൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, റബ്ബേ എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിനെ ഒന്ന് നന്നാക്കി താ, അവരുടെ ഈ ചിന്തകളൊന്ന് മാറ്റിത്താ, ഈ ബാറ് എന്നുള്ള ആ ചിന്തയൊന്ന് മാറ്റിത്താ എന്നുള്ള വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഈ റുക്കിയ എന്ന് പറയുന്ന ഈ സ്ത്രീ തൻ്റെ മക്കൾക്ക് നല്ല മതപരമായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. മക്കളെ നല്ല രീതിയിൽ തന്നെ വളർത്തിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരിപ്പം താമസിക്കുന്ന അവിടുത്തെ മഹല്ലുകാർ ഇവരെ വന്ന് ബന്ധപ്പെടുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ മഹലിൽ ചേരാൻ താല്പര്യമുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് വാർഷിക വരുമാനമായി ഇത്ര രൂപ അടയ്ക്കണം എന്നൊക്കെ പറയുന്നു. അന്നേരം ഈ റുക്കിയയുടെ ഭർത്താവ് പറയുകയാണ്, ഞങ്ങൾക്ക് അതിനുള്ള താല്പര്യമില്ല എന്ന് പറയുകയാണ്. അന്നേരം റുക്കിയ നല്ല വിഷമത്തിൽ, ഇനി എന്ത് ചെയ്യാനാ, എന്നെ കൊണ്ട് ഒരു നിവൃത്തിയില്ല എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ മഹലിനെ വിട്ട് കളയാനും അവർക്ക് തോന്നുന്നില്ല. മഹല് നമുക്ക് ഇപ്പോഴത്തേക്കല്ല, നമ്മുടെ ദുനിയാവിൽ നമ്മുടെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. മഹലുമായിട്ട് മത്സരിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് ആ റുക്കിയ എന്ന് പറയുന്ന സ്ത്രീക്ക് തോന്നുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവള് മഹലിലെ സെക്രട്ടറിയെ ആരും അറിയാതെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ സമ്പാദിക്കുന്ന പൈസ എന്ന് വെച്ചാൽ അവളൊരു സ്റ്റിച്ചിങ് സെന്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തയ്ക്കുന്ന ഒരാളായിരുന്നു. അടുത്തുള്ള എല്ലാ വീടുകളിലെയും ഓർഡർ പിടിച്ച് എല്ലാവർക്കും ചുരിദാർ, നൈറ്റി എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് അവിടുത്തെ സെക്രട്ടറിയെ വിളിച്ച് പറയുകയാണ്. എൻ്റെ ഭർത്താവിൻ്റെ
ഒരൊറ്റ കാശ് പോലും ഞാൻ നിങ്ങൾക്ക് തരില്ല. എൻ്റെ നേർമാർഗ്ഗത്തിലൂടെ ഞാൻ നേടിയ പണം മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മഹലിലേക്ക് ഞാൻ തരാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ഇത് പുറം ലോകത്ത് ആരോടും പറയരുത്. എനിക്കും നിങ്ങൾക്കും മാത്രമല്ലാതെ ഈ മഹലിലെ സെക്രട്ടറിക്കും ഈ റുക്കിയ എന്ന് പറയുന്ന സ്ത്രീക്കുമല്ലാതെ നിങ്ങൾ വേറെ ആരോടും പറയരുത് എന്നാണ് റുക്കിയ പറഞ്ഞിരുന്നത്. അങ്ങനെ ഈ റുക്കിയ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരുന്ന പൈസ, വീട്ടിലെ കാര്യങ്ങളായാലും എല്ലാം ഒന്നും ഇല്ല എങ്കിൽ പോലും അവളെ കൊണ്ടാകുന്ന പോലെ വീട്ടിലെ ഭൂരിഭാഗം കാര്യങ്ങളും അവൾ ചെയ്തുകൊണ്ടിരുന്നു. അവൾ സെക്രട്ടറിയുടെ അടുത്ത് പറഞ്ഞിരുന്നു, എൻ്റെ ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ പുറം ലോകത്ത് പറയരുത്, എൻ്റെ പേര് നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ റുക്കിയ എന്ന് പറയുന്ന സ്ത്രീക്ക് മാരകമായ ഒരു അസുഖം പിടിപെടുന്നത്. ക്യാൻസർ എന്ന മഹാമാരി അവരെ പിടിപെട്ടിരിക്കുന്നത് അവരുടെ ഭർത്താവ് അറിയുന്നത് വളരെ വൈകിയാണ്. എന്തോ 4ാമത്തെ സ്റ്റേജ് എന്തോ ആയപ്പോഴാണ് ഇത് അറിയുന്നത്. ഇത് കേട്ടപ്പോൾ ആ ഭർത്താവിന് വളരെ വിഷമമായി. ഭാര്യുടമയാണ് എങ്കിൽ പോലും സ്വന്തം ഭാര്യയ്ക്ക് അസുഖമാണെന്ന് പറയുമ്പോൾ ഏതൊരു ഭർത്താവിനും വളരെ വിഷമമാകുമല്ലോ. ഇത് ഇവർക്ക് പുറമേലൊരു കുഴപ്പവും ഇല്ലായിരുന്നു. പെട്ടെന്നാണ് ഇവർ ബാത്റൂമിൽ എന്തോ പോയ സമയത്താണ് ഈ സ്ത്രീ പോകുന്നത് ഫുൾ ബ്ലഡ് ആയിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് അറിയുന്നത് ക്യാൻസറാണ്, 4ാമത്തെ സ്റ്റേജായി, തലച്ചോറിൽ ബാധിച്ചിട്ടുണ്ട്, ശരീരം മുഴുവനും ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഡോക്ടർ പറയുകയാണ് ഒന്നുകിൽ ഒരാഴ്ച, അത്രയേ ഉള്ളൂ ഇവരുടെ ആയുസ്. ഇത് കുറച്ചും കൂടി മാസം മുന്നേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ നമുക്ക് കുറച്ച് നാളും കൂടി ഇവരെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല, എന്നാലും കുറച്ച് നാളും കൂടി ഇവരെ ജീവിച്ചിരുന്നേനെ എന്ന് പറയുകയാണ്. ജീവിച്ചിരുന്നാൽ തന്നെയും അത് നരകതുല്യമായിട്ടുള്ള ജീവിതമായിരിക്കും. കീമോ എന്ന് പറയുന്ന അത് എല്ലാം കൊണ്ട്. പക്ഷേ ഇവർ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വെറും ഒരാഴ്ച, അതേ അവരുടെ ജീവിതത്തിൽ ഡോക്ടർ കൊടുത്ത ആയുസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഇവരെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് 2 ദിവസം കഴിഞ്ഞ് വെന്റിലേറ്ററിൽ ആണ്. അന്നേരം വെന്റിലേറ്ററിൽ നിന്ന് ഇവർ ഭർത്താവിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, എൻ്റെ റൂമിൽ കുറച്ച് സംസം വെള്ളം ഇരിപ്പുണ്ട്, എൻ്റെ തസ്ബീഹ് മാല, എൻ്റെ പരിശുദ്ധ ഖുർആൻ, ഇത് 3ഉം എനിക്കിപ്പോൾ വേണമെന്ന് പറഞ്ഞു. ഭാര്യയുടെ അതിയായ സ്നേഹം കാരണം ഇയാൾ ഇത് പറയുന്നതെല്ലാം കൊണ്ട് കൊടുത്തു. വെന്റിലേറ്ററിൽ കൊണ്ട് കൊടുത്തു, ഭാര്യയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് ഭേദമായി. ഇവരെ ICUയിലേക്ക് മാറ്റി. വെന്റിലേറ്ററിൽ നിന്ന് ICUയിലേക്ക് മാറ്റി. അങ്ങനെയാണ് മക്കൾ വന്ന് മിണ്ടുന്നത്, ഭർത്താവായാലും വന്ന് സംസാരിക്കുന്നത്. അങ്ങനെ മക്കളുടെ അടുത്ത് ഇവരും യുക്കെ എന്ന് പറയുന്ന സ്ത്രീ പറയുകയാണ്, അള്ളാഹു താലാക്ക് പൊരുത്തമില്ലാത്ത, അള്ളാഹു താലാക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന്. ഇതൊന്നും സ്വന്തം ഭർത്താവിനോട് പറയുന്നില്ല, മക്കൾക്കാണ് പറയുന്നത്. ഇത് കേട്ടപ്പം ആ ഭർത്താവിനൊരു മനസ്സിലൊരു വിഷമം. എൻ്റെ റബ്ബേ, ഞാൻ ഒരു ബാറുടമയാണ്. ബാറുടമ എന്ന് മാത്രമല്ല, ജില്ലാ തലത്തിലെ ബാറിന്റെ ഒരു നേതാവും കൂടിയാണ്. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. അല്ലാഹ് എന്നുള്ളൊരു ചിന്ത ഇല്ലായിരുന്നു. സന്തോഷമായി ജീവിക്കുക, പൈസ ഉണ്ടാക്കുക, സന്തോഷമായി ജീവിക്കുക, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത. പക്ഷെ ആ റുക്കയ എന്ന് പറയുന്ന സ്ത്രീ നേരെ തിരിച്ചായിരുന്നു. പടച്ചവനോട് നമ്മൾ എങ്ങനെ ഇരിക്കുന്നോ തിരിച്ചതുപോലെ നമ്മളോട് പടച്ചവൻ കരുണ കാണിക്കൂ എന്ന് ആ സ്ത്രീ ദിവസവും സൂറത്തുൽ മുൽക്ക് പതിവാക്കിയിരുന്നു. അങ്ങനെ അവർ മരിച്ചു. ആ സ്ത്രീ അങ്ങനെ മരിച്ചപ്പോൾ അവരെ കബർ ചെയ്യാൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവര് പള്ളിയുമായി സഹകരിക്കാത്ത ആൾക്കാരാണ്. ഇവരെ ഇവിടെ മറവ് ചെയ്യാൻ, കബറടക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ഇത്രയും വർഷം ഇവരിവിടെ താമസിച്ചു, അതിൻ്റെ ഒരു വർഷ വരുമാനവും ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് പലിശ സഹിതം വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഇവരെ ഇവിടെ അടക്കാൻ പാടുള്ളൂ എന്ന് പള്ളിയിൽ ഒരു സംസാരമുണ്ടായി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പള്ളിയിലെ സെക്രട്ടറി വന്നിട്ട് പറയുന്നത്, അങ്ങനെയല്ല, ഈ സ്ത്രീ ആരും അറിയാതെ എൻ്റെ കയ്യിൽ പൈസ തന്നിട്ടുണ്ടായിരുന്നു. ആരും അറിയരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആരോടും പറയാതിരുന്നത്. ഈ സ്ത്രീ എല്ലാ വർഷവും എല്ലാ മാസവും എൻ്റെ കയ്യിൽ ഇതിൻ്റെ പൈസ തരുമായിരുന്നു. നമ്മുടെ പള്ളിയിൽ എന്താവശ്യം വന്നാലും, ബദരീങ്ങളുടെ ആണ്ടിനായാലും അല്ലെങ്കിൽ പള്ളിയിൽ പെൺകുട്ടികളുടെ വിവാഹത്തിനായാലും 1000 500 എത്ര രൂപ വെച്ചും അവരാൽ കഴിയുന്നത് അവർ തന്നിരുന്നു. അവരന്നേരം പ്രത്യേകം പറയും, ഇത് എൻ്റെ ഭർത്താവിൻ്റെ പൈസ അല്ല, ഞാൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്, ഹൈറായ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയ പൈസയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ എൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നവർക്കെല്ലാം ബോധ്യമായി, ആ സ്ത്രീയുടെ കാര്യങ്ങളെല്ലാം ബോധ്യമായി. അങ്ങനെ ആ സ്ത്രീയെ കബറടക്കിയപ്പോൾ അവിടെ അടുത്ത് നിന്നവർക്കെല്ലാം ഒരു പരിമളം, നല്ല മണം അവർക്ക് അനുഭവപ്പെട്ടു. ഒരു ശബ്ദവും ആ കബറിൽ നിന്ന് കേട്ടു, നല്ല പരിമണവും ഒരു ശബ്ദവും. കാരണം ആ സ്ത്രീ സൂറത്തുൽ മുൽക്ക് എന്നും പതിവാക്കിയിരുന്നു, എന്തത് വന്നാലും അത് മുടക്കിയിരുന്നില്ല. അതൊക്കെ കൊണ്ടായിരിക്കും അവരുടെ കബറിൽ നിന്ന് ആ മണം വീശിയതും. അവര് ജീവിച്ചിരുന്നപ്പോൾ നല്ല രീതിയിൽ ആയിരുന്നില്ല ജീവിച്ചത്, പക്ഷെ അവരുടെ കബർ ജീവിതം അള്ളാഹു നല്ലതുപോലെ ഹൈറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ആ സ്ത്രീയുടെ ഭർത്താവ് ഷൗക്കത്ത് ബാറെല്ലാം ഉപേക്ഷിച്ച് മക്കളുടെ കൂടെ ചെറിയൊരു ബിസിനസ്സുമായി നാട്ടിൽ തന്നെ ജീവിക്കുകയാണ്. ആ ഷൗക്കത്ത് പറയുകയാണ്, എൻ്റെ ഭാര്യ മരണപ്പെടേണ്ടി വന്നു എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. അവള് ജീവിച്ചിരുന്ന കാലം എന്നെ കുറെ നോക്കിയതാണ് നല്ല നേർവഴിയിൽ കൊണ്ടുവരാൻ, പക്ഷെ എനിക്കതിന് സാധിച്ചിരുന്നില്ല, എനിക്കതിന് കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയൊരു മാറ്റം തന്നെയാണ്. നമ്മുടെ വീട്ടിലെ ഖുർആൻ നമ്മൾ കൂട്ടിക്കെട്ടി വെക്കാനുള്ളതല്ല, ഷോക്കേഴ്സിൽ എടുത്ത് വെക്കാനുള്ളതല്ല നമ്മുടെ ഖുർആൻ എന്ന് പറയുന്നത്. ഒരു ദിവസം ഒരു സൂറത്തെങ്കിലും ഓതാതെ ഉറങ്ങരുത് ആരും.
കാരണം അത് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിലേക്കല്ല, നമ്മുടെ ആഖിറത്തിലേക്കാണ്. നമ്മുടെ ആഖിറം നമുക്ക് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോ കണ്ട ഒരാളുടെയെങ്കിലും ജീവിതം നന്നാവെങ്കിൽ നേരെ ആകട്ടെ. ഇൻഷാ അല്ലാഹ്.